ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ വ്ളോഗാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല എന്ന്. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലപോലെ മോശമായി വരുന്നുണ്ട്. കാര്യം ഹെയർ കെയർ ഒന്നും അങ്ങനെ ചെയ്യാനുള്ള സമയം ഇപ്പം കിട്ടാറില്ല. എല്ലാ അമ്മമാർക്കും അത് മനസ്സിലാവും എൻ്റെ ഒരു അവസ്ഥ. ഇതൊക്കെ നോക്കൂ, കണ്ടു, നല്ലപോലെ ഗ്രേനെസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല നരച്ച മുടിയാണ് ഫ്രണ്ട് മുഴുവൻ. ഇപ്പം ചെറുതായിട്ട് വളരണ മുടി വരെ ഫുള്ള് ഗ്രേ ആയിട്ടാണ് വളരണത്. ഇവിടെ മാത്രമല്ല, ഈ ഒരു ഏരിയയിലൊക്കെ കണ്ട, ഈ ഒരു ഏരിയയിലൊക്കെ ഞാൻ ആദ്യം ഒന്നും അത് മൈൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഡേ ബൈ ഡേ കൂടി വരുന്നതല്ലാതെ അതിന് ഒരു കുറവുമില്ല. അപ്പം ഐ തോട്ട് ഞാൻ പോയി ഒന്ന് ഹെയർ കളറിങ്ങും ചെയ്യാം, അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റും ചെയ്യാമെന്ന്. അതാകുമ്പോഴത്തേക്കും വലിയ മെയിൻ്റനൻസ് വരില്ല. പിന്നെ ഇടയ്ക്കുള്ള സ്പായും കാര്യങ്ങളൊക്കെയാണ്, അത് വീട്ടിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ കറണ്ട് സിറ്റുവേഷനിൽ എനിക്ക് പ്രത്യേകിച്ച് ഹെയർ കെയർ ഒന്നും ചെയ്യാൻ സമയമില്ല. ഓക്കെ, നമ്മൾ ഇന്ന് പോകുന്നത് ഫെയറിലേക്കാണ്. ആസ് യൂഷ്വൽ ഫെയറിപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്നതിന് മുന്നേ എൻ്റെ ബാക്കിൽ നിന്നുള്ള ഹെയറും കൂടെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഒരു മുടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പം എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ആരുടെയും കൊടുത്താലേ കാണിക്കാൻ പറ്റുള്ളൂ. ആരുടെയും കൊടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെയർ. നല്ല എന്താ പറയുക, ഫ്രിസി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഓവർ ഫ്രിസി അല്ല, പക്ഷെ എന്നാലും മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് അങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ടൈം ഇപ്പം ഇല്ല തൽക്കാലം. സോ അതുകൊണ്ട് ലെറ്റ്സ് ഡു സംതിങ്. സോ ഇതാണ് ഹെയറിൻ്റെ ടെക്സ്ചർ. ഓക്കെ, അപ്പോൾ ഹെയർ പോളിഷിംഗ് ആയിരിക്കും മിക്കവാറും ചെയ്യുന്നത്, ബിക്കോസ് ഞാൻ ആ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ പോയി ഹെയർ സ്റ്റൈൽസിനോട് ചോദിച്ചിട്ട് നമുക്ക് ഏത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. കളറും അതുപോലെ തന്നെ എനിക്ക് വലിയ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന കളേഴ്സൊന്നും താല്പര്യമില്ല. അപ്പം അതും അവിടെ പോയിട്ട് വേണം അവരോട് ചോദിച്ചു നോക്കണം ഏത് ചെയ്യണം എന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഹെയർ കളർ ചെയ്യണതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കൺസേൺ, എൻ്റെ ഹെയർ കളറുമായിട്ട് മാച്ച് ആയിരിക്കണം, അതേസമയം കളർ ചെയ്തിരിക്കുകയും വേണം എന്നുള്ളതാണ്. അതായത് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ഒരു റിഫ്ലക്ഷൻ വരണം. ഹെയർ കളർ ഉണ്ട് എന്നാൽ ഇല്ല, അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4.36 ഓർ 35 ആ ഒരു ഷെയ്ഡ് നമ്പറിൽ വരുന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യണം ചെയ്യേണ്ടതെന്നൊക്കെ ഹെയർ സ്റ്റൈലിസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ എനിക്ക് ഗ്രേയിങ് ഉള്ളതുകൊണ്ട് ആ ഒരു ഏരിയ ബ്ലാക്ക് ചെയ്യാനുള്ളൊരു പ്ലാനിലുമായിരുന്നു. അപ്പോൾ അന്ന് എന്തായാലും നമുക്കത് നടക്കില്ല. കാര്യം എനിക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ കളറിങ്, ഗ്രേയിങ് എല്ലാം കൂടെ ഒരു ദിവസം നടക്കില്ല. ഫസ്റ്റ് നമ്മൾ ഹെയർ കളറിങ് ചെയ്തു, ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് ഹെയർ കളറിങ് ചെയ്തു. ഒരു 15 മിനിറ്റ്സ് എന്തോ എടുത്തുള്ളൂ. കാര്യം 6 മിനിറ്റ്സ്, കറക്റ്റ് 6 മിനിറ്റ്സ് ആണ് ആ ഒരു ക്രീം എൻ്റെ ഹെയറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവരത് വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ നേരെ പോയത് ഹെയർ പോളിഷിങ് ചെയ്യാനായിട്ടാണ്. നേരത്തെയും ഹെയർ പോളിഷിങ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു, പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്യാനായിട്ട് പോയില്ല. പക്ഷേ അവർ എന്നോട് പറഞ്ഞു ഹെയറിന് ലെയേഴ്സ് ഉണ്ടെങ്കിലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മാസം മുന്നേ ഹെയർ കട്ട് ചെയ്ത് ഞാൻ വീണ്ടും ഹെയർ കട്ട് ചെയ്തു. അതാണ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പക്ഷേ കണ്ടവരൊക്കെ കൊള്ളാം, കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ ഒരു വലിയ രീതിയിൽ എനിക്ക് ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഫൈനൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്, ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. അപ്പം അങ്ങനെ ഹെയർ കട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഹെയർ പോളിഷിങ് ചെയ്തത്. ഹെയർ പോളിഷിങ്ങിൻ്റെ ആ ഹോൾ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാനൊരു 2 വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ ഹെയർ പോളിഷിങ് ചെയ്യുന്നത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ഒരു ട്രീറ്റ്മെൻറ്റ് ആണ്, പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ല. നമ്മുടെ ഹെയർ ടെക്സ്ചർ സാധാ ടെക്സ്ചറിലോട്ട് തന്നെ തിരിച്ച് വരും ഒരു 6 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും. നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സ്കാൽപ്പ് കുറച്ച് ഫ്ലാറ്റായി പോവും, ഓയിലി ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ ഹെയർ കിടക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1, 2, 3 വീക്സ് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടിരുന്ന ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഷൂട്ടിൻ്റെ സമയത്ത് ഞാനിത് കേൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഹെയർ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഹെയർ ഇരിക്കും എന്നുള്ളത് ഞാൻ സൈഡിൽ വീഡിയോ കൊടുത്തേക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. സ്ട്രെയിറ്റ് ലുക്ക് തന്നെയാണ് വരുന്നത്.
എന്നാൽ ഈ ഒരു ഭാഗത്ത് ഫ്ലാറ്റ് ലുക്കാണ് വരുന്നത്. നിങ്ങൾക്ക് അത് ഇച്ചിരി ബൗൺസി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബൗൺസി ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബൗൺസി ലുക്ക് വരും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ വലിയ ബൗൺസി ആയിരുന്നു തോന്നിയില്ല. സോ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ബൗൺസി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയില്ല. കാര്യം എക്സ്ട്രാ അത് വീണ്ടും പൈസയാവും. അപ്പോൾ ഈ ഒരു കളർ ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത്. എക്സാക്ട് ഷെയ്ഡ് നെയിം ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഷെയ്ഡ് നമ്പർ ഏതാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആകെ ഒരു 5-6 മിനിറ്റ്സ് എന്തോ ഉള്ളൂ അത് അവർ ആ ക്രീം തേച്ചിട്ട് അപ്പം തന്നെ അതങ്ങ് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്തത്. ആ സമയം കൊണ്ട് ഇത് അത്യാവശ്യം കളർ വന്നിട്ടുണ്ടായിരുന്നു. കാണുമ്പോഴത്തേക്കും എൻ്റെ ഹെയറിൻ്റെ ഷെയ്ഡ് പോലെ തന്നെ ഇരിക്കും. എന്നാൽ എന്താ വൃത്തികേട് അങ്ങനത്തെ ഒരു ഷെയ്ഡല്ല, എന്നാൽ നല്ല ഭംഗിയുള്ളൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. നിങ്ങൾക്കൊരു നാച്ചുറൽ ഫിനിഷിലുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കളർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ടെക്സ്ചർ കിടക്കണം ശ്രദ്ധിക്കേണ്ട. അതൊക്കെ നിങ്ങൾക്ക് വേവി ടെക്സ്ചർ ഇഷ്ടമാണെന്ന് നോക്കി. ഇത് ഞാനിപ്പോൾ സാധാ ടോങ്സ് വെച്ചിട്ട് കേൾ ചെയ്തിട്ടേക്കെയാണ്. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റിന് ഫസ്റ്റ് ഹെയർ കളറിന് എത്ര രൂപയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 1943 റുപ്പീസിനാണ്. ഇത് ഈ ഒരു ഏരിയ മുതൽ ഇവിടെ വരെ ചെയ്യാനായിട്ട് അവർ GST ഉൾപ്പെടെ 1943 എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് ആസ് യൂഷ്വൽ ഹെയർ പോളിഷിംഗ് ആണ്. സോ അതിന് വന്നിട്ട് 5230 റുപ്പീസാണ്. ഓക്കെ, അതായത് ഇത്ര ലെങ്ത് ഹെയർ. എൻ്റെ ഹെയർ വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാലേ അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷേ എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. ഇങ്ങനെ കേളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 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 ബൗൺസി ലുക്ക് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ബോറാണ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫ്ലാറ്റ് ലുക്കാണ് കേട്ടോ വരണത്. സോ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ വാഷ് ഉണ്ട്. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോകണം. അതെനിക്ക് തോന്നുന്നു കറക്റ്റ് റേറ്റ് പറഞ്ഞാൽ 1000. ഞാൻ ഇവിടുത്തെ ബ്ലാക്കും കൂടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തം കൂടെ ചേർത്തിട്ട് ഒരു 450 എന്തോ അതിനായി. 1000 എന്തോ നമ്മുടെ ഹെയർ സ്പായ്ക്കുള്ള, അങ്ങനെ 1450 ആ ഒരു റേഞ്ച് എന്തോ ആണ് മൊത്തത്തിൽ അന്ന് ആയത്. സോ ഇതാണ് എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റിന് എത്ര രൂപയായി എന്നുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ടോട്ടൽ നിങ്ങൾ ചെയ്ത് നോക്കും. 5230, അത് കഴിഞ്ഞ് 1943, അത് കഴിഞ്ഞിട്ട് 1450, അങ്ങനെ കുറച്ചധികം രൂപയായി ഹെയർ ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിൽ. ഓക്കെ, ഇവിടെ ഒരാൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെയാണ് നിങ്ങൾ ഈ സൗണ്ട് കേൾക്കണത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഹെയർ കട്ടിൻ്റെ പേരും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 3 മാസം മുന്നേ ചെയ്ത ഹെയർ കട്ട് വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ കട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ എന്താ കുറച്ച് ഫ്ലാറ്റ് ലുക്കാണ്, അതുകൊണ്ട് കുറച്ച് ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടെന്നും പറഞ്ഞാണ് എൻ്റെ അടുത്ത് അവർ ഹെയർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. നമുക്ക് കട്ട് ചെയ്തോളൂ, കട്ട് ചെയ്ത് അവർ കുളമാക്കി തന്നിട്ടുണ്ട്. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വളർത്തിയെടുക്കാം, അതേ പറ്റുള്ളൂ. എന്തായാലും നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട്, ഒരുപാട് ബേബി ഹെയർസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഹെയർ വളർത്തിയെടുത്താലേ ഹെയർ കുറച്ച് വോളിമിനസ് ആവുള്ളൂ. പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ ഇപ്പോഴും ഉണ്ട്, അതിനിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. സോ ലെറ്റ്സ് സീ, വളരില്ലെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്താൽ അത് ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ കട്ട്, ഹെയർ കളറിങ്, ഹെയർ ട്രീറ്റ്മെൻറ്റ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ബൈ പറയൂ, ബൈ.